അഴകളാണോ? തങ്കശ്ശേരി വിളക്ക് മാടം, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. നേരെ പോയിട്ടല്ലേ പോണ്ട? ഒരു നോട്ടവും പാട്ടില്ല. എന്തൊരു വണ്ടികളേ ഇത്, അടിപൊളി വണ്ടികളൊക്കെയാണല്ലോ ഇപ്പൊ ഇറങ്ങുന്നത്. ഇതെന്തോ ഈ പുറകെ വെച്ചേക്കുന്ന? എന്തായാലും കൊള്ളാം. കുഴി കോൺക്രീറ്റ് ഇടാൻ പോവാ. ലെഫ്റ്റ് അല്ലേ? വരുന്നപ്പോ നമ്മൾ കാഞ്ചിക്കൊണ്ട് പോയത്. അടിപൊളി. ലോഡ് വണ്ടിക്കാരെ മതിയായിരിക്കും. അതാ ഏത് സ്കൂളിലാ? അത് ശരി. മൊത്തം മഹേന്ദ്ര ആണല്ലോ കിടക്കണം. ടൂറിസ്റ്ററും അതെല്ലാം കിടക്കണം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു. താഴോട്ടല്ലേ? താഴോട്ടാ. കടത്തി വിടൂടെ? പ്രവേശന സമയം. ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റുമോ? അവിടെയാണ് ലൈറ്റ് ഹൗസിലേക്ക്. ലൈറ്റ് ഹൗസിന്റെ എന്റെ പൊന്നെ, ലൈറ്റ് ഹൗസ് കണ്ടോ? ദൂരെ നോക്കുമ്പോ ചെറുതാന്ന് തോന്നുന്നു. ദൂരെ നോക്കുമ്പോ ചെറുതായിട്ട് തോന്നും. ഹെൽമെറ്റ് കൈ വെച്ചോ? ഹെൽമെറ്റ് കയ്യിൽ എടുത്തുണ്ടോ? അതിനകത്ത് വെക്കാൻ പറ്റാൻ വെച്ചോ? ലിഫ്റ്റിലോട്ട് കയറിയതാ. ലിഫ്റ്റ് കയറിയപ്പോഴേ താഴോട്ട് പോകുന്നതേ ഉള്ളു, മേളിലോട്ട് പോകുന്നതില്ല. ലിഫ്റ്റ് കയറാന്ന് വിചാരിച്ചേ, താഴെ നിന്ന് ലിഫ്റ്റ് കണ്ടപ്പം ലിഫ്റ്റ് വേണ്ട, നടന്ന് കയറാന്ന് വിചാരിച്ചു. പക്ഷെ പടി കാണാൻ വേറെ വഴിയാ, കിത്തനെയുള്ള വഴിയാ. വെള്ളം വെച്ചു ഒരു കുത്തുപടിയാ. അങ്ങനെ മേളിലെത്തിയിരിക്കുകയാണ്. എന്നെ വിളിക്കണേ. അതാണ് കണ്ടോളി അവിടെ
വാതില്. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് എൻ്റെ അമ്മോ തലയിടിച്ചു. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലേ, പഴയ കുത്തനെയുള്ള പടിയാണ്. പണ്ട് ജഗതി ശ്രീമാർ വീഴുന്നതൊക്കെ. അവിടെ വരെ ഉള്ളു ലിഫ്റ്റില്. അടിപൊളി, കൊള്ളാം, നല്ല കാഴ്ച. നമുക്ക് ലിഫ്റ്റിലങ്ങ് പോവാം. നടന്നല്ലേ കയറി വന്ന്. ചെറിയ ചെറിയ ജനലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. തുറന്ന് കാണാമോ? തുറക്കാൻ പറ്റുമോ ജനല്? ജനല് തുറന്നിട്ടും കാര്യമില്ല, വേറെന്താ സംഭവമാണ് അവിടെ. ഞെക്കിയ നമ്പരത്തെ കൂട്ടാവോ? തുറക്കസീസേ അല്ല, ഇത് മേള് ഇവിടം വരെ ഉള്ളല്ലേ ലാസ്റ്റ്. കുഴപ്പമില്ല, ഇത്രയെങ്കിലും സൗകര്യത്തിനകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് പണ്ട് കാലത്തൊന്നും ലിഫ്റ്റ് ഒന്നുമില്ല ഇതിനകത്ത്. കേറണം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാല് അത് ശരിയാ. തുറക്കസീസേ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ടവർ കൺസ്ട്രക്റ്റഡ് ഇൻ 1902 കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, തൊട്ടരുത്. കളി ഇന്ന് കണ്ടത് അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെയുള്ള ചെറിയ പാർക്ക് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് വന്നാൽ ബീച്ച് കാണാം. ബീച്ച് കണ്ടിട്ട് വന്ന് തങ്കശ്ശേരി വിളക്കുമാടമൊക്കെ കണ്ട് ഒരു ഹാപ്പി മൂഡിൽ തിരിച്ചു പോകാം. ടിക്കറ്റ് 20 രൂപയാണ്. അതിന് ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 മണി വരെ ഉണ്ട്, 2 മണി മുതൽ 6 മണി വരെ. 1 മണിയാകുമ്പോൾ അടയ്ക്കും. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടൈമിങ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത. തിരികെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വന്നതല്ല, ഇവിടെ വന്നപ്പം ലൈറ്റ് ഹൗസ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ വണ്ടി ലൈറ്റ് ഹൗസിന് നേരെ തിരിച്ചതാ. അപ്പൊ അന്നേരം നമ്മള് ബിരിയാണി കഴിക്കാം. നമുക്ക് ആയുസ് വേണം, നമുക്ക് അത്യാവശ്യം ജീവിച്ചിരിക്കണമെന്ന് നമ്മൾ തന്നെ ബോധത്തോടുകൂടി യാത്ര ചെയ്താൽ നമുക്ക് കൊള്ളാം. ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരുന്നാൽ മാത്രം പോരാ. അതെ, നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് അവരുടെയും കൂടെ വണ്ടി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായി? പിന്നെ ദൈവം എന്താണ് വിധിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിക്കും. ഈ നോർമൽ സ്പീഡിൽ ഒരു 10-35 കിലോമീറ്റർ 40 കിലോമീറ്ററിനകത്തുള്ള സ്പീഡിൽ ഈ ടൂ വീലറിനകത്ത് യാത്ര ചെയ്താൽ എന്ത് സുഖമാണെന്നറിയാവോ? കിട്ടുകയും ചെയ്യും. നമുക്ക് എന്ത് മനസ്സുഖമാണെന്നറിയാം. റിലാക്സ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷനാണെന്നറിയാവോ? ഞാനൊക്കെ ഒരു സമയത്ത് സ്പീഡിലോ, അത് കാര്യമായിട്ട് ആംബുലൻസ് ഒക്കെ സ്പീഡിൽ ഓടിച്ചിട്ടുള്ള. പക്ഷേ
എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആശുപത്രി കേസ് അല്ലല്ല, എങ്കിൽ തന്നെ നമ്മള് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ രീതിയും കൂടെ മനസ്സിലാക്കി വേണം സഞ്ചരിക്കാൻ. അത് തന്നെ, ദൈവം നമ്മളോടൊത്തുണ്ടാവും. നമ്മളൊരു നല്ല ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. അല്ലാത്ത പക്ഷം നമ്മളെ അനുഭവിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ പിള്ളേർ ഐറ്റംസ് ഒക്കെ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ അടിച്ചു മിന്നിച്ച് പോയിട്ട് ഇവരെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാല് ഇവര് ചെല്ലുന്ന സ്ഥലത്ത് ഇവരെവിടെങ്കിലും കാലുമ്മ കാലും കയറ്റി ഇരുന്ന് വർത്താനം പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും സ്പീഡ് വരുന്നത് ഇവര്. അങ്ങനെ ചൂണൊക്കെ കഴിഞ്ഞു. AR റെസ്റ്റോറന്റ് നല്ലൊരു ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ്. ടാറ്റ, ബൈ ബൈ. $4 കിലോ തണ്ണിമത്തൻ 100 രൂപ. ഇനിയിപ്പോ ഒരു മാസം കൂടെ കഴിയുമ്പോ അതങ്ങ് മാറും. നോയമ്പാകുമ്പോഴേ ലോട്ടറി. ഈ ലോട്ടറി എടുക്കാനാണ് ഇയാള് ലോട്ടറിയുടെ ആശാനല്ലേ? എടുത്തോ. അങ്ങനെ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു വരുമാനം ഉണ്ടാവട്ടെ. ചിരിയൊക്കെ ഉണ്ടോ? എപ്പോഴാണിത് എന്നെ എടുക്കുക? അടിക്കുമെന്നും പറഞ്ഞായിരിക്കും. എന്തെങ്കിലും ഒരു ഭാഗ്യം തേടി വരട്ടെ, ദൈവം കടാശിക്കട്ടെ. മതി, എന്നൊന്നാ എടുത്തോളാം. ഇയാൾ അങ്ങോട്ട് പോയപ്പോ നമ്പർ നോക്കി വെച്ചെന്ന് തോന്നില്ല. പോട്ടെ, ഏക്കർ 10 രൂപ കിട്ടട്ടെ ഇയാളെ 2 ലോട്ടറി എടുപ്പിനത്. നിങ്ങളെ ഒന്ന് പറയേ. അപ്പൊ ചൂണ്ട മേടിക്കാൻ തീരുമാനിച്ച്. അതിനെന്താ വിലയുണ്ട് ചൂണ്ടയ്ക്ക്? ലക്ഷക്കണക്കിന്റെ വിലയുണ്ട് അല്ലേ? ഈ ക്യാമറയുടെ കാര്യം പറഞ്ഞതുപോലെ. ഇത് ഒരുവിധപ്പെട്ട മീൻ പിടിച്ചാലൊന്നും ഇത് പൊട്ടത്തില്ലെന്നുള്ളതാ. ഇത് വളഞ്ഞിങ്ങനെ റാ പോലെ വളഞ്ഞാലും ശരിയാണ്, ഇത് ഒടിയത്തുമില്ല പൊട്ടത്തുമില്ല. അതിനൊക്കെ ഞാൻ അതിശയിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം അതൊക്കെ കണ്ടിട്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഇത് വലിയ മീനൊക്കെ പിടിച്ചിട്ട് ഇവന്മാര് പിടിച്ച് വലിക്കുന്ന വലിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം കൂടെ ഇപ്പൊ ഒടിഞ്ഞ് അതാ അത് പൊട്ടത്തില്ലെന്നുള്ള അങ്ങ് പോവും. അതിനകത്ത് ഈ ലൈറ്റൊക്കെ ഉള്ളതുണ്ടല്ലോ, ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലോ അതിനകത്ത്. എന്തോ ലൈറ്റൊക്കെ കത്തുന്നതൊക്കെ ഉണ്ട്. അല്ല ഇതിനെ ഇങ്ങനെ ഈ ചൂണ്ടയിട്ട് ഇങ്ങനെ മീന് നമ്മളിങ്ങനെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര. ചെറിയ മീനായാലും വലിയ മീനായാലും ഇതെന്തോ ഇടിച്ചു നിർത്തിയേക്കുന്നത് അതുകൊണ്ടുണ്ടെന്ന്. സത്യത്തിൽ അവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും വണ്ടി കയറി വരുമ്പോഴേ ഇതൊന്നും ഇരിക്കുന്നൊന്നും കാണത്തില്ലടേ. ഇടയ്ക്കുന്ന എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് റിഫ്ലക്ടർ ഒന്നും ഒട്ടിച്ചു നോക്കത്തില്ല. ഇല്ലയോ? ഉണ്ടായാലും നമ്മൾ കണ്ടു കാണത്തില്ല, ശ്രദ്ധിച്ചു കാണത്തില്ല. ഇല കൂടെ കണ്ട് പോയിക്കൂടെ? അല്ല വേണ്ട, ഇല കൂടെ പോയല്ലോ. ഇടി വരുമോ കുറെ? എന്താ ഗേറ്റിന്റെ അതുപോലെ എന്റെ ഇല്ല. ഞാൻ ആ സ്കൂട്ടറിനകത്തിട്ടേക്കല്ലേ, സ്കൂട്ടർ 2 വീലറിനകത്ത്. ഇത് നമ്മുടെ ഷാജികളിയനാണല്ലോ. എന്താ ഷാജികളിയൻ ഇവിടെ ഇരിക്കുന്നത്? ഷാജികളിയാ ഇപ്പുറത്തേക്ക് പോയി.